ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്മോൾ ബിസിനസ് ഐഡിയ ആയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ സ്ക്രഞ്ചീസ് ഒക്കെ ഉണ്ടാക്കി ബിസിനസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് ഇത് ഒരുപാട് പ്രയോജനപ്പെടും ഈ ഒരു വീഡിയോ. അപ്പൊ നമ്മള് സ്ക്രഞ്ചീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതുപോലത്തെ സാറ്റിന്റെ ക്ലോത്ത് ആണ് ട്ടോ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വെൽവെറ്റ് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ കോട്ടൺ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് നല്ല പെർഫെക്ഷനിൽ വരാറില്ല. പിന്നെ പറയണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലോത്ത് ഒക്കെ എവിടെ നിന്ന് കിട്ടും എന്ന് വെച്ചാല് നിങ്ങൾക്ക് വില കുറഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ തുണികൾ മാത്രം വിൽക്കുന്ന ഷോപ്പുകളുണ്ടാവും. അവിടെ പോയിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വില കുറഞ്ഞിട്ട് കിട്ടും ട്ടോ. പിന്നെ നിങ്ങൾ അവിടെ പരാഗമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് മേടിക്കണതായിരിക്കും കുറച്ചും കൂടി നല്ലത് ട്ടോ. പിന്നെ ഇപ്പൊ ഈ നേരത്തെ കണ്ട പോലെ നമുക്കൊരു എലാസ്റ്റിക് ആണ് വേണ്ടത്. ഈ ഒരു എലാസ്റ്റിക് ഫാൻസി കടയിൽ നിന്നൊക്കെ നമുക്ക് വെറും 10 രൂപക്കൊക്കെ കിട്ടും ട്ടോ. പിന്നെ ഈ ഒരു തുണി എന്ന് പറയുമ്പോൾ അത് 1/2 മീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു 1/2 മീറ്റർ തുണിക്ക് വരുന്നത് 40 രൂപയാണ് ട്ടോ. അപ്പോൾ ടോട്ടൽ നമുക്ക് കോസ്റ്റ് വരുന്നത് ഒരു 50 രൂപന്റെ ഉള്ളിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും ട്ടോ. അപ്പൊ ഈ സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നമ്മുടെ ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് ട്ടോ. പിന്നെ എന്നിട്ട് ഒരു 2.5 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇപ്പൊ ഈ ഒരു ക്ലോത്തിന്റെ പീസ് എടുത്ത് നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ. അപ്പോൾ മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണതായിരിക്കും എളുപ്പം. ഇനി മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ പോലും നമുക്കൊരു നൂലും സൂചിയും ഒക്കെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ട്ടോ. അതില്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ഈ ഒരു പിന്നെടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഉള്ളിലേക്ക് വലിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല വശം പുറത്തേക്കായിട്ട് വരും ട്ടോ. പിന്നെ പറയണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ക്രഞ്ചീസിന്റെ റേറ്റ് എന്ന് പറയുന്നത് 12 രൂപയാണ് ട്ടോ. അപ്പൊ 12 രൂപക്ക് നമുക്കിത് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു 1/2 മീറ്ററിന്റെ തുണി കൊണ്ട് നമുക്ക് ഈ 12 രൂപന്റെ സ്ക്രഞ്ചീസ് ഉണ്ടല്ലോ ഒരു 21 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ട്ടോ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ 21 പീസ് നമ്മൾ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 252 രൂപ കിട്ടും. അപ്പോൾ നമ്മൾക്ക് ചെലവാകുന്നത് വെറും 50 രൂപയാണ്. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 202 രൂപയാണ് ട്ടോ. ഇനി നമ്മൾ ഈ നല്ല വശം ഈ ഫ്രണ്ടിലേക്ക് കൊടുന്നതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് എലാസ്റ്റിക് ആണ് ട്ടോ. ഈ എലാസ്റ്റിക്കിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ കയ്യിന്റെ ഈ ഒരു അളവെടുത്തിട്ട് ആ ഒരു രീതിയിലാണ് ട്ടോ കട്ട് ചെയ്യാറുള്ളത്. ഏത് സൈസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളും അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു എലാസ്റ്റിക്കിൽ നമ്മൾ ഈ ഒരു പിന്ന് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ കണ്ട പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊന്ന് കോർത്തെടുക്കണം. അപ്പോൾ ഈ എലാസ്റ്റിക്കിന്റെ ഈ ലാസ്റ്റ് ഭാഗം നമ്മളെ കൈ വിട്ട് പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം ട്ടോ. എന്നിട്ട് ഇതിന്റെ എൻഡിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു 2 എലാസ്റ്റിക്കിന്റെ ഭാഗം കൂടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ സ്ക്രഞ്ചീസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് പല സൈസിലും വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടാവും, ഷോപ്പിലും ഒക്കെ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് ട്ടോ വരുന്നത്. അപ്പൊ ഞാൻ സെയിൽ ചെയ്യാറുള്ള സ്ക്രഞ്ചീസിന്റെ സൈസ് എന്ന് പറയുമ്പോൾ എക്സൽ, ലാർജ്, മീഡിയം, സ്മോൾ അങ്ങനെ 4 സ്ക്രഞ്ചീസ് ആണ് ട്ടോ. ആ 4 സൈസിലുള്ള സ്ക്രഞ്ചീസ് ആണ് ഞാൻ സെയിൽ ചെയ്യാറ്. അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ സൈസ് ആകുമ്പോൾ ഞാൻ കൊടുക്കാറുള്ളത് 12 രൂപക്കും, അതുപോലെ തന്നെ മീഡിയം ആകുമ്പോൾ 22 രൂപക്കും, പിന്നെ ലാർജ് ആകുമ്പോൾ 32 രൂപക്കും, പിന്നെ എക്സൽ ആകുമ്പോൾ 40 രൂപക്കാണ് ട്ടോ കൊടുക്കാറ്. പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് റേറ്റ് കൂട്ടാട്ടോ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കണതായിരിക്കും ട്ടോ നല്ലത്. അപ്പോൾ കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മളുടെ അടുത്ത് നിന്ന് ഒരുപാട് ഓർഡർ ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു രീതി ചെയ്യണതായിരിക്കും കുറച്ചും കൂടി നല്ലത് ട്ടോ. അങ്ങനെ എലാസ്റ്റിക് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ബാക്കി വരുന്ന പോർഷൻ ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ട്ടോ. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ കുറച്ചും കൂടി പ്രൈസ് കൂട്ടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് ഇതുപോലെ നമ്മൾ ഈ ഒരു പീസ് ക്ലോത്ത് ആണ് ട്ടോ എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബോ സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ് ട്ടോ. ഈ ഒരു സ്ക്രഞ്ചീസിൽ ഈ ഒരു ബോയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റ് നമുക്ക് ഇതിന് കൂട്ടാൻ പറ്റും ട്ടോ. അപ്പൊ നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ബോ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ നൂല് വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിയിട്ട് ഒന്ന് കെട്ടി കൊടുത്താൽ മാത്രം മതി ട്ടോ. അത് നല്ല രീതിയിൽ അവിടെ സ്റ്റിക്കായിട്ട് തന്നെ നിന്നോളും. ഇനിയിപ്പോൾ നമ്മൾ ഈ നൂല് വെച്ചിട്ട് കെട്ടിയിട്ടുള്ള ഈ ഒരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പീസ് ക്ലോത്ത് എടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സ്ക്രഞ്ചീസിൽ ഇനി ഈ ഒരു ബോ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നൂല് വെച്ചിട്ട് തന്നെ നമുക്ക് തുന്നി കൊടുത്താലും മതി ട്ടോ. അപ്പൊ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യണതായിരിക്കും കുറച്ചും കൂടിയും എളുപ്പമായിട്ടുള്ള ഒരു പണി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി മുത്തും കാര്യങ്ങളും സ്റ്റോണും ഒക്കെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും ട്ടോ.
അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കിത് എങ്ങനെ ഓർഡേഴ്സ് കിട്ടും എന്നുള്ളത് എല്ലാവരുടെയും പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ എപ്പോഴും സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുക, സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ എടുത്തുള്ള ഷോപ്പിൽ നമ്മളൊന്ന് അന്വേഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ്